പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാധാരണയായിട്ട് മാത്യു കരിപ്പാലച്ചൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടെ കാണുന്നതാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ആരുമില്ല, മറ്റാരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാവേ. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഹൃദയത്തെ കാര്യമായിട്ട് സ്പർശിച്ച ഒരു സംഭവം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരാഴ്ച ഈ ഒരു കാത്തലിക് മിററിൻ്റെ എപ്പിസോഡ് വിനിയോഗിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഏതാണ്ട് 56-57 വയസ്സ് പ്രായമുള്ള സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞു. പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഭാര്യയ്ക്കും മരണ വീട്ടിൽ പോകാൻ പറ്റിയില്ല, സംസ്കാരത്തിന് പോകാൻ പറ്റിയില്ല. പിന്നീട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് കിട്ടി. ഞാൻ വൈഫോട് ഒരുമിച്ചിരുന്ന ലിങ്ക് കാണുകയായിരുന്നു. ആ ലിങ്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അതെന്നെ കാര്യമായിട്ട് സ്വാധീനിച്ചു. അതിനകത്ത് എന്നെ സ്പർശിച്ച കാര്യം നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. നമ്മൾ പ്രായം 56-57 വയസ്സെന്നൊക്കെ നമുക്കറിയാം, ഒരു വലിയ പ്രായമല്ല. ഒരു പ്രത്യേക ഒരു രോഗാവസ്ഥ വന്ന് മരണമടയുകയായിരുന്നു. ഭർത്താവും 2 മക്കളുമാണുള്ളത്. 40 വയസ്സ് താഴെയുണ്ട്, 35 വയസ്സ് താഴെയുള്ളവരായിരിക്കും മക്കൾ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. 2 പേരും ഡോക്ടർമാരാണ്. മോളുടെ വിവാഹം കഴിഞ്ഞു. അത് വിവാഹം നാളായിട്ടില്ല. ഇതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ മരണ വീട്ടിൽ ആ സഹോദരിയുടെ മൃതശരീരം വെച്ചിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ളവർ അവിടെ ചെയ്ത കാര്യങ്ങളാണ് എന്നെ കാര്യമായിട്ട് സ്പർശിച്ചത്. ഭർത്താവിൻ്റെയും ഈ 2 മക്കളുടെയും മോളുടെ ഭർത്താവിൻ്റെയും ഒക്കെ വളരെ ഹൃദ്യമായ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കാര്യമായിട്ട് എന്നെ ആകർഷിച്ചു. അത് എനിക്ക് തോന്നുന്നത് ആ മരണ വീട്ടിൽ വന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ആ ഒരു സംസ്കാര കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരും അവരുടെ വീടുകളിൽ ചെന്ന് ഇതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുകയാണ്. ഇപ്പം ആ മൃതശരീരം കിടക്കുന്നു. അതിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് ഡോക്ടർമാരായ ഈ മോനും മോളും സ്നേഹവായ്പോടുകൂടി ആവർത്തിച്ച് അമ്മയെ ചുംബിക്കുന്നു. ഒരു തവണയല്ല, അനേകം തവണ. അപ്പം എനിക്ക് തോന്നുന്നത് മുഖത്ത് ചുംബിക്കുന്നു, കരങ്ങൾ ചുംബിക്കുന്നു. എത്ര തവണയാണെന്ന് പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടികളൊക്കെ തങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് സ്നേഹവാത്സല്യം പ്രകടിപ്പിക്കുന്നത് പോലെ തങ്ങൾ ഇത്രയും ആളുകൾ ചുറ്റുമുണ്ട്, തങ്ങൾ ഡോക്ടർമാരാണ്, ഇതൊന്നും അവരുടെ ചിന്തയിലേക്ക് വരുന്നില്ല. അവർ സ്വയം മറന്നിങ്ങനെ ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒത്തിരി ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലൊക്കെ മരണം സംഭവിച്ചപ്പോൾ അവിടേക്കുള്ള കർമ്മങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രകാരമുള്ള ഇത്രമാത്രം സ്നേഹവായ്പോടുകൂടിയുള്ള ഒരു പ്രവൃത്തി കണ്ടിട്ടില്ല. എത്രയോ തവണയാണ് ആവർത്തിച്ച് പിന്നെ അതിന് ശേഷം ആ മൃതശരീരത്തിലേക്ക് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു അമ്മയുടെ ചങ്കിലേക്ക് മോനല്ലേ മോള് ചാഞ്ഞ് കിടക്കുന്നത് പോലെ കുറേ സമയം അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു. ഈ മക്കളെ കൂടാതെ തന്നെ അപ്പനും ഈ സഹോദരിയുടെ ഭർത്താവ് നിന്നു ഇതുപോലെ തന്നെ സ്നേഹചുംബനങ്ങൾ അർപ്പിക്കുന്നു, കരയുന്നു. ഇതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, എത്രയോ ഒരു സ്നേഹത്തിലാണ് ഈ ഭാര്യയും ഭർത്താവും മക്കൾ ഒരുമിച്ച് കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നത് എന്നതാണ്. നമ്മളുടെ ക്രൈസ്തവ കത്തോലിക്ക കുടുംബങ്ങളിൽ എന്തിനു വേണ്ടി ദൈവം നമ്മളുടെ കുടുംബങ്ങൾ സ്ഥാപിച്ചുവോ ആ സ്ഥാപന ലക്ഷ്യം മനോഹരമായിട്ട് സംഭവിച്ച ഒരു കുടുംബമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. പിന്നീട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വന്ന് ശവസംസ്കാര കർമ്മത്തിൻ്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ നടക്കുന്ന സമയത്തും അവിടെ ഈ മോള് വന്ന് ഇതുപോലെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇതുപോലെ കരയുകയാണ്. മോൾ ഇതുപോലെ കരയുന്നു, പിന്നെ ചുംബനം കൊടുക്കുന്നു. കരയുന്നതിനേക്കാൾ ഉപരി സ്നേഹ ചുംബനങ്ങളും ആ ശരീരത്തിലേക്ക് മറിഞ്ഞു കിടന്ന് ഇങ്ങനെ അമ്മയുടെ ആ മാറിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കിടപ്പൊക്കെയാണ് എന്നെ ആകർഷിക്കുന്നത്. ഇടയ്ക്ക് അപ്പൻ്റെ കൈ പിടിച്ച് അമ്മയുടെ കയ്യെ കൊണ്ടുപോയി പിടിപ്പിക്കുന്നു. എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഒരു അൺഅവെയർ ലവ് എന്ന് പറയാൻ അവബോധമില്ലാത്തൊരു സ്നേഹത്തിൻ്റെ
പ്രവൃത്തികളെ കാണുകയാണ്. അപ്പോൾ അവസാന സമയത്ത് ആരോ വന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചു മാറ്റി. അപ്പോൾ അവൾ തറയിലിരുന്ന് നിലത്ത് തറയിലിരുന്ന് വെറുതെ ഇരിക്കുകയാണ്. താൻ ഡോക്ടറാണ്, ഇത്രയും പ്രായമുള്ള ആളാണ്, ഇത്രയും ആൾക്കാർ ചുറ്റുപാടൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അപ്പുറത്തേക്ക് വീണ്ടും അവിടുന്ന് ആരെ പിടിച്ചെഴുന്നേപ്പിച്ചപ്പോൾ അപ്പുറത്തേക്ക് മാറി ഒരു തൂണുമേ കെട്ടി പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അമ്മയെ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ഒരു ഭാവം ഇങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. നമ്മളെ വിസ്മയിപ്പിക്കും, ശരിക്കും നമ്മളെ അത് വിസ്മയിപ്പിക്കും. ഇതുകൂടാതെ തന്നെ ശരിക്കും എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, ഈ മോളുടെ ഭർത്താവ്. അപ്പോൾ നമുക്ക് ഇവളുടെ മരിച്ച സഹോദരിയുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ കരയുന്നതിനെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ നമുക്ക് പിന്നെ ഊഹിക്കാം, ചിന്തിക്കാം. പക്ഷേ ഈ മോളുടെ ഭർത്താവ് ഈ മൃതശരീരത്തിൻ്റെ മുകളിലേക്ക് വന്ന് ഈ മോള് കിടന്നോളെ തന്നെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അപ്പം അത്ര അധികമായിട്ടാണ് ഈ മരിച്ചുപോയ സഹോദരി ഈ ജീവിച്ചിരിക്കുന്നവരോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം എത്രമാത്രം ദൃഢമായിരുന്നു എന്നത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കാവുന്നതായിട്ട്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അനേകം കുടുംബങ്ങളിൽ, ഒരുപക്ഷെ പല ധ്യാനങ്ങൾ കൂടുന്നതിനേക്കാൾ ഉപരി പല കത്തോലിക്ക കുടുംബങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥനയേക്കാൾ കുടുംബങ്ങളിൽ ഇതൊരു ധ്യാന വിഷയമായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തമ്മിൽ എന്തുമാത്രം ഹൃദ്യമായ സ്നേഹത്തിലായിരിക്കണം, സ്നേഹബന്ധത്തിലായിരിക്കണം എന്നൊക്കെ ഉള്ളതിന് നല്ലൊരു സന്ദേശമായിട്ട് തോന്നി. അപ്പോൾ അത് ഈ ആഴ്ചയിലെ ഒരു വലിയ വാർത്തയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്കും നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ ജീവിത ലക്ഷ്യമായ സ്നേഹം കൂടുതൽ ആഴത്തിലും പൂർണ്ണതയിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിതുപോലെ നമ്മുടെ കൂടെയുള്ളവരെ ആഴത്തിൽ സ്നേഹിച്ച് കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ മരണശേഷം അവശേഷിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. ഈശോ എല്ലാ സമയത്തും അനുഗ്രഹിക്കട്ടെ. ആമേൻ.